ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സന്ദർശിക്കുന്ന ഒരു രാത്രി, ദൈവം നമ്മളോടൊപ്പമായിരുന്ന് നമ്മൾ അറിയുന്ന അനുഭവിക്കുന്ന അവിടുത്തെ രുചിച്ചറിയുന്ന ഒരു രാത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമ്മൾ ഹൃദയം തുറന്ന് അവിടുത്തെ ആരാധിക്കാൻ പോവുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രത്യേക ദൈവം അവൻ ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മെ ആശീർവദിക്കാൻ, നമ്മോട് സംസാരിക്കാൻ അവൻ നമ്മുടെ മധ്യയുണ്ട്. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അതേ പ്രിയപ്പെട്ടവരെ, ഇത് സ്തുതി ആരാധനയുടെ സമയമാണ്. ഈ സമയത്ത് നമുക്ക് നമ്മെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഒരുപക്ഷെ നമ്മുടേതായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എന്നാൽ അല്പസമയത്തേക്ക് നമുക്കതൊക്കെ ഒന്ന് മാറ്റിവെക്കാം. കാരണം നമ്മുടെ മധ്യയുള്ളത് സർവശക്തനായ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഈ ത്രിത്വൈക ദൈവത്തിന് മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ആരാധിക്കാനല്ലാതെ, അവിടത്തേക്ക് സ്തുതിയും പുകഴ്ചകളും അർപ്പിക്കാനല്ലാതെ മറ്റെന്താണ് സാധിക്കുക? പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ഇസ്രായേൽ ജനം ചെങ്കടലിന് മുൻപിലേക്ക് വരുമ്പോൾ ദൈവം അവരെ വഴി നടത്തുന്നു. ഒരുപക്ഷെ മനുഷ്യന്റെ ധാരണയ്ക്കും ചിന്തയ്ക്കും അതീതമായി നമുക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലേക്ക് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൻപിൽ നിൽക്കുന്ന ഒരു കടല് രണ്ടായി മാറുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുകയായിരിക്കും. എന്നാൽ ഇന്ന് ഓർക്കുക, ഇന്ന് ഈ ദൈവം നമ്മെ സന്ദർശിക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മെ സന്ദർശിക്കുന്ന താതനെ, നമ്മെ അനുഗ്രഹിക്കുന്ന പുത്രനെ, നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. നമുക്ക് പാടാം, പിതാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, പുത്രനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങെല്ലാത്തിനും മതിയായവനാണ്, അവിടുന്ന് എന്നെ വഴി നടത്തുന്നവനാണ്. നമുക്ക് ഈശോയുടെ പക്കലേക്കുന്ന കരങ്ങളൊന്ന് ഉയർത്താം. ദൈവസന്നിധിയിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്താം. നമ്മൾ ഭവനത്തിലായിരുന്നു കൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ നമ്മൾ പുറത്തെവിടെയെങ്കിലും ആയിരിക്കും. ഒരുപക്ഷെ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒന്നിച്ചു ചേർന്ന് സമൂഹമായിട്ട് ഒരിടത്തായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ഓർക്കുക, ലോകത്തെവിടെയാണെങ്കിലും നമ്മളിപ്പോൾ ഏക സമൂഹമാണ്, ഒരു സമൂഹമാണ്. നമ്മൾ ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നമുക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് അവിടുത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഈശോയെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അതേ കർത്താവേ, അതേ കർത്താവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ എന്തെല്ലാം വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും, ഞങ്ങളെ എന്തെല്ലാം പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം മറന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഈ ഗാനത്തോട് ചേർന്ന് നമുക്കൊരു സമൂഹമായിട്ട് ദൈവത്തെ ആരാധിക്കാം. ദൈവപിതാവേ എന്നോട് താതന്നെ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കും.
സ്വീകരിക്കാൻ എന്നും നീ യോഗ്യനാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തില് 5-ാം അധ്യായത്തില് 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നു. അതിന്റെ ഹെഡിങ് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: രക്തസ്രാവക്കാരി, ജായറോസിന്റെ മകൾ. ഇവർ 2 പേരാണ്. ഈ രക്തസ്രാവക്കാരി കഴിഞ്ഞിട്ട് അവിടെ ഒരു സെമിക്കോളൻ ഇടുന്നുണ്ട്. ഇവർ 2 വ്യക്തികളാണ്. ഈ 2 വ്യക്തികളും പ്രതിനിധാനം ചെയ്ത് നമ്മളെ തന്നെയാണ്, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ നമ്മുടെ സമൂഹത്തെയാണ്. രക്തസ്രാവക്കാരി സ്വന്തം ആവശ്യം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ അവിടുത്തെ വസ്ത്രത്തിന്റെ വെളുമ്പിൽ സ്പർശിച്ചവൾ. എന്നാൽ ജായറോസിന്റെ മകൾ, അവളൊന്നും അറിയാതെ ഒരു രോഗാവസ്ഥയിൽ മരിച്ചു പോയവളാണ്. എന്നാൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവളുടെ വല്യപ്പനാണ്, ജായറോസ് ആണ്. ജായറോസ് തൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 24-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ജീസസ് വെന്റ് വിത്ത് ഹിം. ഈശോ അവൻ്റെ കൂടെ പോയി. അതെ, ഈ രാത്രിയിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകാനുള്ള ഒരു വാഗ്ദാനം ഇതാണ്: ഈശോ നിങ്ങളുടെ കൂടെ ഇന്ന് കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മളെ ഇന്ന് സന്ദർശിക്കും. നമ്മൾ എവിടെയാണെങ്കിലും ഈശോ നമ്മളെ സന്ദർശിക്കും. അവൻ കടന്നു വരും, മരിച്ചവരെ ഉയർത്തും, രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തും, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കും, കരയുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. യേശുവേ, നിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. ഈശോ, നീ എന്നോടൊപ്പം ഉണ്ട്. നീ ഇന്ന് കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവേ. ആ പുത്രനായ ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. യേശുവേ നാഥ, കർത്തനാം രക്ഷകൻ നീ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധന. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധന. കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന്: നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാൻ എന്നും നീ യോഗ്യനാ. പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാൻ എന്നും നീ യോഗ്യനാ. ഈശോ നമ്മോട് അരുളി ചെയ്തു: ഞാൻ നിങ്ങളെ തനിയെ വിട്ടിട്ട് പോവുകയല്ല, നിങ്ങളോടൊപ്പമായിരിക്കാൻ, നിങ്ങളെ നയിക്കാൻ ഞാനൊരു സഹായകനെ നിങ്ങൾക്ക് നൽകും. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മെ ഒന്നിപ്പിച്ച് ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരാണ്, ഒരു വലിയ ഗണമാണ് ഇന്ന് ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ ദൈവത്തെ ആരാധിക്കുന്നത്. അതിനാൽ പരിശുദ്ധാത്മാവിനാൽ ഒന്നിച്ച് സിങ്ക്രണൈസ് ചെയ്യപ്പെട്ടവരാണ് നമ്മൾ. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അറിഞ്ഞ് ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ആശ്വാസപ്രദൻ നീ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധന. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധന. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതി
നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാം എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാം എന്നും നീ യോഗ്യനാ. ഹല്ലേലൂയ. ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ കണ്ട് ആരാധിക്കുന്നു. ഈശോയെ 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 യേശുവേ, അങ്ങ് എല്ലാത്തിനും മതിയായവനാണെന്ന് ഞാൻ ഏറ്റുപറഞ്ഞ് എന്നെ സന്ദർശിക്കുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന ആ ത്രിത്വൈക ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങനെ സന്ദർശിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളൊന്ന് ചേർന്ന്, സമൂഹങ്ങളൊന്ന് ചേർന്ന്, വ്യക്തികളൊന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കുക. പരിശുദ്ധാത്മാവേ നന്ദി. സ്നേഹ സാന്നിധ്യമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യനാഥ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തോത്രം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. ആ ഈശോയിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാ വേദനകളെയും സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളെ ഒന്ന് തൊടണമേ, ഞങ്ങളെ ഒന്ന് സ്പർശിക്കണമേ, ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭവനങ്ങളിലായിരുന്നു കൊണ്ട്, കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, എല്ലാ മഹത്വവും കൊടുത്തുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. നമ്മൾ കാണുന്നുണ്ട്, വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ആ സ്ത്രീയുടെ അടുത്ത് കർത്താവ് ആ മകളുടെ എല്ലാ പാപത്തിനും മാപ്പ് കൊടുത്തുകൊണ്ട്, ക്ഷമ കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, മകളെ പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. അതുപോലെ തന്നെ നമുക്കറിയാം, തളർവാദ രോഗിയായിരുന്ന ബെത്സയിദ കുളക്കരയിൽ കിടന്ന ആ മനുഷ്യനോട് കർത്താവ് പറയുന്നുണ്ട്, കൂടുതൽ തിന്മയായിട്ടുള്ളതൊന്നും സംഭവിക്കാതിരിക്കുവാനായി
പാപം ചെയ്യരുത്. അതുപോലെ നമുക്കറിയാം, ഓടിളക്കി കട്ടിലിൽ യേശുയുടെ അടുത്തേക്ക് ഇറക്കപ്പെട്ട ആ തളർവാദ രോഗിയോട് ഈശോ പറയുന്നു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലങ്ങളിൽ നമ്മൾ വലിയ നോമ്പിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തെ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നൊയമ്പിലൂടെയുമൊക്കെ നമ്മുടെ പാപങ്ങൾക്ക് പരിത്യാഗം ചെയ്തുകൊണ്ട് കർത്താവിലേക്ക് ഒന്നുകൂടി അടുക്കുവാൻ, ആ സ്നേഹം ഒന്നുകൂടി അനുഭവിക്കുവാൻ വേണ്ടി നമ്മളൊക്കെ കൊതിക്കുന്നതായ ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകിയ ഈ സൗഖ്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ആ വ്യക്തികൾ ഈ രോഗത്തിൻ്റെ ബന്ധനത്തിലായിരുന്നത് അവരുടെ പാപങ്ങൾ മൂലമായിരുന്നു. കർത്താവ് അവരുടെ പാപങ്ങൾക്ക് മോചനം കൊടുത്തപ്പോൾ അവർ സൗഖ്യമുള്ളവരായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കാം. എൻ്റെ മനസ്സ് ഇപ്പോഴും ഒത്തിരി അസ്വസ്ഥതയിലാണ്. എൻ്റെ ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങൾ എന്നെ ഒത്തിരി നിരാശയിലേക്ക്, ദുഃഖത്തിലേക്ക് നയിക്കുന്നുണ്ടോ? എനിക്ക് സന്തോഷത്തോടെ, ആനന്ദത്തോടെ ആയിരിക്കുവാൻ, ഈ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൻ്റെതായ പ്രത്യേകമായ അവസ്ഥകൾ, എൻ്റെ ശാരീരിക രോഗങ്ങൾ, എൻ്റെ മാനസികമായ അവസ്ഥകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, അതുപോലെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ എന്നെ തളർത്തുമ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. എൻ്റെ ഏതെങ്കിലും പാപങ്ങൾ എൻ്റെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുന്നതിന്, പ്രത്യാശ നഷ്ടപ്പെടുന്നതിന് എൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള പാപങ്ങൾ കാരണമാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിനു മുമ്പാകെ നമുക്ക് ആത്മാർത്ഥമായിട്ട് അനുദപിക്കാം. കരയാനുള്ള, പാപങ്ങളെ ഓർത്ത് കരയാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നാപക ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. കാൽവരിയിൽ ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി യാഗമായി തീർന്നിരിക്കുകയാണ്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. നമ്മുടെ പാപങ്ങളുടെ പ്രതിയാണ്, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകുവാൻ വേണ്ടിയാണ് അവിടുന്ന് പാടുപീടുകൾ സഹിച്ച് കാൽവരിയിൽ യാഗമായി തീർന്നത്. അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് നമ്മളെ നോക്കി പറയുന്നുണ്ട്, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ നമുക്കൊന്ന് സമർപ്പിക്കാം. ഓ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ. അവിടുത്തെ എനിക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്താൽ എൻ്റെ ശിരസ് മുതൽ പാദം വരെയും ഒന്ന് കഴുകണമേ. എൻ്റെ നിരവധിയായ പാപങ്ങൾക്ക് അവിടുന്ന് പൊറുതി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ബന്ധനങ്ങളെ ഒന്ന് അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് പലപ്പോഴും പാവബോധം നഷ്ടപ്പെട്ടു പോകുന്നു, അനുദപിക്കുവാൻ കഴിയാതെ പോകുന്നു. എൻ്റെ പാപങ്ങളെ പ്രതി പശ്ചാത്തപിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, പാപങ്ങളെ ഓർത്തൊന്ന് കരയുവാൻ സാധിക്കുന്നില്ല. അതിനാൽ ഓ കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ ഒന്ന് കഴുകണമേ. കരയാനായി, പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനായി ഒരു ഹൃദയം എനിക്ക് തരണമേ. ഓ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ദൈവമേ. ഓ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. കർത്താവേ, പാപങ്ങളെ പ്രതി അനുദപിക്കുവാൻ, പശ്ചാത്തപിക്കുവാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. കർത്താവേ, എൻ്റെ നിരവധിയായ പാപങ്ങളും അപരാധങ്ങളും അവിടുന്ന് പൊറുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, കണ്ണുകളടച്ച് കാൽവരി കുരിശിലെ യേശുവിനെ കണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയം അവിടുത്തെ രക്തത്താൽ കഴുകപ്പെടുവാൻ വേണ്ടി
അനുതാപമുള്ള ഒരു ഹൃദയം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശോ. നമുക്ക് ചേർന്ന് പാടാം. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശോ. ഓ കർത്താവേ, എൻ്റെ ബുദ്ധിയെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ ഞാൻ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ആശയങ്ങളെയും സമർപ്പിക്കുന്നു. അവിടുത്തെ തിരക്താൽ കഴുകി എൻ്റെ ബുദ്ധിയെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ കണ്ണുകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ നാവിനെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. പാവനാത്മാവാ നിറയ്ക്കണമേ യേശോ, പാപഭാരങ്ങൾ അകറ്റണമേ യേശോ. പാവനാത്മാവാൽ നിറയ്ക്കണമേ യേശോ, പാപഭാരങ്ങൾ അകറ്റണമേ യേശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശോ. ഓ കർത്താവേ, എൻ്റെ പാതകളിൽ അവിടുന്ന് വെളിച്ചമേകണമേ. എൻ്റെ യാത്രകളിൽ നീ കൂടെ ഉണ്ടാകണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ വരദാനങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ എല്ലാ പാപങ്ങളെയും അവിടുത്തെ രക്താൽ കഴുകണമേ നാഥ. നൽവരദാനങ്ങൾ നൽകണമേ യേശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ യേശോ. നൽവരദാനങ്ങൾ നൽകണമേ യേശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ യേശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശോ. ഓ കർത്താവേ, എൻ്റെ ജീവിതം പ്രാർത്ഥനയിൽ നിന്നും കുദാശകളിൽ നിന്നും അകന്നുപോയ സമയങ്ങളെ ഓർത്ത് ഞാൻ അനുഭവിക്കുന്നു. കർത്താവേ, എൻ്റെ തലമുറകൾക്ക് വരും തലമുറയ്ക്ക് ദുർമാതൃകയായി തീർന്നതിനെ ഓർത്ത് ഞാൻ അനുഭവിക്കുന്നു. ഓ കർത്താവേ, പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയെ സ്തുതിക്കുവാനായി എൻ്റെ ആദരങ്ങളെ അവിടുന്ന് പവിത്രീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്തുതിച്ചിടുവാൻ വരമേകണമേ യേശോ, അങ്ങേ വണങ്ങിടുവാൻ കൃപയേകണമേ യേശോ. അങ്ങേ സ്തുതിച്ചിടുവാൻ വരമേകണമേ യേശോ, അങ്ങേ വണങ്ങിടുവാൻ കൃപയേകണമേ യേശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശോ. ഓ കർത്താവേ,
അലസമായി ചെലവിട്ടുപോയ എൻ്റെ സമയങ്ങളെ ഓർത്ത് ഞാൻ അനുദപിക്കുന്നു. ദൈവമേ, എൻ്റെ ജോലികളിൽ, എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തയോടെ പെരുമാറാൻ കഴിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ അനുദപിക്കുന്നു. എൻ്റെ കുടുംബജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കർത്താവെ, പ്രത്യേകിച്ച് ജഡികമായ മോഹങ്ങൾ, പ്രത്യേകമായി കണ്ണുകളിലൂടെയും മറ്റു ദുരാഗ്രഹങ്ങളിലൂടെയും വന്നതായ എല്ലാ പാപങ്ങളെയും സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുത്തെ രക്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിത വഴികളിൽ അവിടുന്ന് വെളിച്ചമേകണമേ. എൻ്റെ ജീവിതത്തോട് അവിടുന്ന് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ പാപിയാണ് നാഥ. അവിടുത്തെ രക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. നിന്റെ രക്തത്താൽ കഴുകണമേശോ, നിന്റെ ഹിതമെന്നിൽ നിറവേറ്റണമേശോ. നിന്റെ രക്തത്താൽ കഴുകണമേശോ, നിന്റെ ഹിതമെന്നിൽ നിറവേറ്റണമേശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേശോ. നിന്റെ രക്തത്താൽ കഴുകണമേശോ, നിന്റെ ഹിതമെന്നിൽ നിറവേറ്റണമേശോ. നിന്റെ രക്തത്താൽ കഴുകണമേശോ, നിന്റെ ഹിതമെന്നിൽ നിറവേറ്റണമേശോ. നിന്റെ രക്തത്താൽ കഴുകണമേശോ, നിന്റെ ഹിതമെന്നിൽ നിറവേറ്റണമേശോ. നിന്റെ രക്തത്താൽ രണ്ട് കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് സ്വരമുയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, നിന്തിരു രക്തത്താൽ കഴുകണമേശോ, എന്നെ പൂർണ്ണമായി നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ. നിന്തിരു